10ാമത്തെ എപ്പിസോഡ്. നമസ്കാരം. കർക്കിടക വാവ് ഏവർക്കും അറിയാം. ഒരുപാട് വീഡിയോകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ മെസ്സേജ് ബലി എപ്പോഴാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. വാവ് ദിവസം 5 മണിക്ക് ബലി തുടങ്ങിക്കഴിഞ്ഞു. കാരണം അത് കഴിച്ചിട്ട് ഓഫീസിൽ പോകണം. പലതരം പ്രശ്നങ്ങളാണ്. വർഷത്തിൽ ഒരു ദിവസം ഇതിൻ്റെ ഒരു പ്രസക്തി മനസ്സിലാക്കി, അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കി മാറ്റിവെക്കുവാനായിട്ട് സമയമില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞു. കാരണം ഈ ശ്രാദ്ധം അല്ലെങ്കിൽ ബലി നടത്തേണ്ടത് ഉച്ച സമയത്താണ്. രോഹിണി എന്നുള്ള സമയം, ആ മുഹൂർത്തത്തെ അങ്ങനെയാണ് പറയുന്നത്, അഭിജിത്തിന് ശേഷം വരുന്നതാണ്. അപ്പോൾ ദിവസേ അഷ്ടമേ ഭാഗേ മാന്തി ഭവതി ഭാസ്കര എന്ന് പറയുന്നുണ്ടെങ്കിൽ ശാസ്ത്രം പോവുകയാണ്. അപ്പോൾ ഏത് സമയത്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. കാരണം ഇന്ന് 4:30 മണിക്ക് 5 മണിക്കൊക്കെ എണീറ്റ് തർപ്പണം ചെയ്ത് മുന്നോട്ട് പോവുകയാണ് അവരവരുടെ സൗകര്യം അനുസരിച്ച്. അതിന് കുറ്റം പറയുന്നില്ല. പക്ഷേ സാധിക്കുന്ന പക്ഷം നമ്മൾ ഓരോരുത്തരും ബാക്കി എല്ലാ കാര്യത്തിനും സമയം നിശ്ചയിച്ചിട്ടാണ് പോകുന്നത്. ഞായറാഴ്ച ഒരു ഹോട്ടലിൽ പോകണമെങ്കിലും ഇന്ന സമയത്ത് പോയാൽ മതി. വൈകിട്ട് 4 മണിക്കൊന്നും കഴിക്കാൻ പറ്റില്ല. ഡിന്നറിന് ടൈം പ്ലാൻ ചെയ്യുകയാണ്, ടേബിൾ ബുക്ക് ചെയ്യുകയാണ്, എന്തൊക്കെ കാര്യമാണ്. ഒരു വീട് കെട്ടുകയാണ്, ഒരു 5000 പ്രാവശ്യം ഓരോ കടയിലും കയറി ഇറങ്ങി ശ്രദ്ധിച്ചാണ് ഓരോ കാര്യം ചെയ്യുന്നത്. ഒരു സാരി എടുക്കാൻ പോകണം, ഒരു 1000 സാരി എടുത്ത് താഴെ ഇട്ട ശേഷം ഒരു സാരി എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ എല്ലാത്തിനും മനുഷ്യന് ശ്രദ്ധയുണ്ട്. പക്ഷേ വളരെ അധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമായത് ഈ ശ്രാദ്ധം എന്നുള്ള ഒരു ക്രിയ. ശ്രാദ്ധം വളരെ അധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. ആ ശ്രാദ്ധത്തിന് ഒരു അലക്ഷ്യഭാവം. ഒരു കൊല്ലം മുന്നേ തന്നെ അറിയാം കർക്കിടകം ആ സമയത്ത് വാവ് എന്നാണ് വരുന്നത്. ഒരു ഹാഫ് ഡേ ലീവ് എടുക്കാം. അപ്പോൾ തന്നെ ഒരു ഇമ്പോർട്ടൻസ് നാം കൊടുക്കുകയാണ്. ആ ഒരു ക്രിയയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. അലക്ഷ്യമില്ല. ഏവരും മനസ്സിലാക്കുക, ഉച്ച സമയം സാധിക്കുന്നത്ര ലേറ്റായിട്ട്, അതായത് 11 മണിക്കെങ്കിലും 11 മണിക്ക് ശേഷമെങ്കിലും 11, 12 ആ ഒരു സമയത്ത് ചെയ്യുവാനായിട്ട് തീരുമാനിക്കുക. ആ സമയത്താണ് ശ്രാദ്ധം അനുഷ്ഠിക്കേണ്ടത്. പിതൃയജ്ഞത്തിൽ ഉൾപ്പെടുന്നതാണ് ഈ ശ്രാദ്ധം. പഞ്ചമഹായജ്ഞത്തിൽ പിതൃയജ്ഞം ഒന്നാണ്. അതിൽ ശ്രാദ്ധം ഉൾപ്പെടും. പിതൃക്കൾക്കുള്ളത് പിതൃയജ്ഞസ്തു തർപ്പണം എന്നുള്ളതാണ്. എല്ലാ കറുത്തവാവ് ദിവസങ്ങളിലും തർപ്പണം ചെയ്യുക എന്നുള്ള ഒരു വിഷയം കൂടി ഏവരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിതൃപ്രീതി, പിതൃദോഷങ്ങളെല്ലാം തന്നെ മാറും. പറയുവാനായിട്ട് ഉദ്ദേശിച്ചത്, ശ്രാദ്ധം ഈ ബലി ചെയ്യുന്നത് ഉച്ച സമയത്താണ്. കഴിയുന്നതും 11 മണിക്ക് ശേഷം 11:30 ശേഷമെങ്കിലും ആ ഒരു സമയം 12 മണി 12:30 ആ ഒരു സമയത്ത് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഇനി ചോദിക്കരുത് ഏത് ക്ഷേത്രത്തിലാണ്, നമുക്ക് വേണ്ടി ആളുണ്ടാകുമോ ഇല്ലയോ. ഇത് സാധിക്കുന്നവർ മാത്രം, ഇല്ലെങ്കിൽ ആ നന്മ ആഗ്രഹിക്കുന്നവർ മാത്രം, ഇല്ലെങ്കിൽ പ്രീതി നല്ലവണ്ണം വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാത്രമുള്ള ഒരു മെസ്സേജാണ്. കാരണം പല ചോദ്യങ്ങൾ വരാം. ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ അടുത്ത് അമ്പലങ്ങളിൽ 5 മണിക്ക് തുടങ്ങും, എല്ലാവരും ആ സമയത്ത് പോവുകയാണ്. ഇതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. ഇവിടെ ഒരു മെസ്സേജ്, പിതൃപ്രീതിക്ക് നാം ചെയ്യേണ്ട ഈ ഒരു ചെറിയ പ്രവൃത്തി, അതിലേക്ക് നാം ശ്രദ്ധ കൊണ്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യേണ്ടത്. ശ്രദ്ധയാ വിന്ദതേ വസു, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. നമ്മളെല്ലാ കാര്യത്തിലും ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. ഒരു സാരി വാങ്ങിക്കാൻ തന്നെ 1000 സാരി എടുത്ത് താഴെ ഇട്ടിട്ടാണ് ഒരെണ്ണം എടുക്കുന്നത്. എന്ത് ശ്രദ്ധയാണ്. ഒരു വീട് കെട്ടുമ്പോൾ 5000 കടകൾ കയറി ഇറങ്ങുകയാണ്. ഓരോ കാര്യത്തിനും നമ്മളുടെ ജീവിത രീതി നമ്മൾ തന്നെ വീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും. വളരെയേറെ ശ്രദ്ധിച്ച് ചെയ്യുകയാണ് എല്ലാം. പക്ഷേ പിതൃകാര്യങ്ങൾ വരുമ്പോൾ അത് അലക്ഷ്യമായി. ആ അലക്ഷ്യം പാടില്ല. എന്നിട്ട് ജ്യോത്സ്യന്മാരുടെ അടുത്തൊക്കെ പോയി ഓരോ ജ്യോത്സ്യൻ്റെ വീട്ടിലും കയറി ഇറങ്ങി ലക്ഷങ്ങൾ കൊണ്ട് പൂജ കഴിച്ച് അവനെയും കുറ്റം പറഞ്ഞ് ശാസ്ത്രത്തെയും കുറ്റം പറഞ്ഞ് ഇതിലൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞ് ജീവിതം മടുത്ത് മുന്നോട്ട് പോകുന്ന എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ പഞ്ചമഹായജ്ഞത്തിൽ ഉൾപ്പെടുന്ന പിതൃയജ്ഞസ്തു തർപ്പണം ഒരു നല്ല കാര്യം കൂടി. ഈ ഒരു കർക്കിടക വാവിനെങ്കിലും ഓരോരുത്തരും സാധിക്കുന്നവർ, നന്മ ആഗ്രഹിക്കുന്നവർ, നന്മ ചിന്തിക്കുന്നവർ, നല്ലതിലേക്ക് ചിന്തിക്കുന്നവർ എല്ലാ മാസം വാവ് ദിവസം, അമാവാസി ദിവസം, കറുത്ത വാവ് ദിവസം തർപ്പണം ചെയ്യുക. പിതൃയജ്ഞസ്തു തർപ്പണം. അവരവരുടെ വീട്ടിൻ്റെ അടുത്തുള്ള ആചാര്യൻ്റെ അടുത്ത് പോയി ചോദിച്ച് മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ ഇന്ന് ഗൂഗിളുണ്ട്, എന്താണ് പിതൃയജ്ഞം, ഏവരും ഗൂഗിൾ ചെയ്യുക. അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കുറേ തെറ്റുകളൊക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല, അത് നമുക്ക് തിരുത്തി മുന്നോട്ട് പോകാം. പക്ഷേ ഇന്ന് നാം ആശ്രയിക്കുന്നത് ChatGPT പോലെയുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പോൾ പിതൃയജ്ഞസ്തു തർപ്പണം, പിതൃയജ്ഞത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കുക. ആ തർപ്പണം എല്ലാ കറുത്ത വാവ് ദിവസവും 5 മിനിറ്റ് 10 മിനിറ്റ്, അതിനപ്പുറം വേണ്ടി വരില്ല, ചെയ്തു പോരാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ കർക്കിടക വാവ് ബലി അർപ്പിക്കുന്ന ഒരു സമയത്തെക്കുറിച്ച് ഏവരും
ഒന്ന് ചിന്തിച്ച് കാലേക്കൂട്ടി പ്ലാൻ ചെയ്യാൻ സാധിക്കും. ആയതിനാൽ ഉച്ചസമയത്ത് ചെയ്ത് മുന്നോട്ട് പോവുക. ഇത് കാണുന്ന മക്കൾ അച്ഛൻ ആണ് ചെയ്തിരുന്നത്, മുത്തച്ഛൻ അങ്ങനെയാണ് ചെയ്തിരുന്നത്, ഞാനും അങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞ് ആ നന്മയെ, ആ ആചാരത്തെ വീണ്ടും തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും എന്നുള്ളതാണ്. ഏവരും ചിന്തിക്കുക. നമസ്കാരം.